അപ്പം നാളെ വിഷുവാണ്. വിഷുവിനുള്ള പരിപാടിയൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാവിലത്തിനോടുള്ള പരിപാടിയാണ്. മീനൊക്കെ മേടിക്കാൻ പോയതൊക്കെ ഞാൻ വീഡിയോയിലുണ്ട്. അപ്പം അതൊക്കെ പോയി കണ്ടിട്ട് വന്നാൽ കേട്ടാ. हमारा गाड़ी गाड़ी होगा അപ്പം നിങ്ങളെ ഓർക്കണ്ട, ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ടാ പോണേന്ന്. അപ്പം ഞങ്ങൾ ചമ്പക്കര മാർക്കറ്റിൽ പോയിട്ടത് അല്ലേ മാ? ചമ്പക്കര മാർക്കറ്റിൽ പോവാനാ ഇതൊക്കെ വാങ്ങിക്കാം. പച്ചക്കറി സാധനങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര തിരക്കാവും. സമയം എന്തായാലും വന്നില്ല. കക്കറച്ചിയൊക്കെ മേടിച്ചിട്ടുണ്ട്. കൊഴുവയൊക്കെ ഉണ്ട്, ചെമ്മീനുണ്ട്, കൊഴുവുണ്ട്. മീനൊക്കെ വാങ്ങിച്ച് നമ്മൾ പോവാ. ഇച്ചിരി പച്ചക്കറി വാങ്ങിക്കണം. പച്ചക്കറി വാങ്ങിച്ചിട്ട് പിന്നെ കണി വയ്ക്കാനുള്ള സാധനങ്ങൾ വാങ്ങി. നമ്മൾ എന്തെങ്കിലും കയ്യിപ്പിക്കാൻ പറ്റും. ഞങ്ങളുടെ പടം പഠിക്കാൻ ഈ രാവിലെ തന്നെ വന്നിരിക്കുന്നുണ്ട്. പിന്നെ ഈ ദൂരത്തിനോട് കിടക്കണ്ട. ഇതിനിപ്പോ അവനെ നോക്കണേ. വെട്ടാൻ നോക്കിയപ്പോ ഭയങ്കര തിരക്ക്. ചൂര, ചെമ്മീൻ, പിന്നെ കക്കറച്ചി, വെച്ചിട്ട് ഇതെത്ര? ഇത് 100 രൂപ, ഇത് 100 രൂപ. ചെമ്മീൻ എത്ര? 120 രൂപ. 120. ഇതെത്ര? കാരയ്ക്ക് 170. സാധനം അപ്പം
ആയി. അപ്പൊ നാളെ വിഷുവാണ്. വിഷുവിനുള്ള പരിപാടിയൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാവിലപ്പിനോടുള്ള പരിപാടിയാണ് ഇത്. പിന്നെ നാളത്തേക്കുള്ള അവിയലിനുള്ള സാമഗ്രികളാണ് സാമഗ്രികൾ. ഇവിടെ പുതിയ ഒരാൾ വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. ഇതാണ് ഞങ്ങളുടെ പഞ്ചാര വല്യമ്മ. ആ പിന്നെ പറഞ്ഞു കൊടുക്കണ്ടേ? എന്താ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കട്ടെ. ഉണ്ണിയപ്പം അപ്പൊ ഉണ്ണിയപ്പത്തിട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാട്ടാ. ഉണ്ണിയപ്പ ആ നെയ്യ് നെയ്യ് കൊഴിച്ചുണ്ട്. നെയ്യും വെളിച്ചെണ്ണ ഉണ്ണിയപ്പം ചുടുന്ന കണ്ണൻ. ആ മതി, കുറച്ചൊഴിക്കും, അത്ര നിറച്ചെടുക്കല്ലേ. എന്താ കുത്തിയിരുന്ന ഉണ്ണിയപ്പം ചൂടണേ കണ്ട. കുത്തി കണ്ണൻ വെറുതെ എൻ്റെ മോന് ഇത്തിരി കൂട്ടി വയ്ക്കുക. ആയിട്ടില്ലടാ, ആയിട്ടില്ല. നിലത്ത് കളയല്ലേ, പതുക്കെ എടുക്ക. അങ്ങനൊന്നും ചെയ്യണ്ട, മറിച്ചിട്ടത് എടുക്കണ്ട. മറിച്ചിട്ടത് എടുത്താൽ രണ്ടുപേരും കൂടി എത്തുന്നു. അതെടുത്തിട്ട് എടുക്കുമല്ലോ. എന്താ എണ്ണ പെണ്ണോ നോക്കി. വെല്ലുമ്മ ഏറ്റെടുത്തു. അത് കരിഞ്ഞു പോകും, എടുത്ത് കയ്യത് കറുപ്പിക്കല്ലേ. ആ അത് എടുത്തിട്ട് എത്താ മതി. അത് ഞാൻ കുത്തിയെടുക്കാൻ മതി. ആ ചരിച്ചു കൊടുക്കാം. ഇങ്ങോട്ട് അപ്പ അവസാനത്തെ കൂടി ആയിട്ടാ അതെ ഉണ്ണിയപ്പം. അങ്ങനെ രാവിലെ എണീറ്റ് ഉണ്ണിയപ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വല്യമ്മേനെയൊക്കെ വിളിച്ച് കണിയൊക്കെ കാണിച്ച് ഞാൻ അതിൻ്റെ അകത്ത് ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉരുളിയുടെ അകത്ത് ലൈറ്റൊക്കെ വെച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്തത്. അപ്പം അവിടെ ഇങ്ങനെ തിളങ്ങി നിൽക്കണത്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ചോറ്റാനിക്കര അമ്പലത്തിൽ പോകണം. അപ്പോൾ ചോറ്റാനിക്കര അമ്പലത്തിൽ വന്ന് തൊഴുത് മുടിച്ച് നിറക്കാറുണ്ട് കേട്ടോ. തൊഴുത്തൊക്കെ ഇറങ്ങി അമ്പലത്തിലൊക്കെ പോയിട്ടോ. അമ്പലത്തിലൊക്കെ പോയി ഇനി സദ്യയൊക്കെ തിന്നിട്ട് കാണാം. മാങ്ങക്കറി ഉണ്ട്, പഴമാങ്ങക്കറി, സാമ്പാറ്, അവിയല്, പപ്പടം, അച്ചാറ്, ഇഞ്ചി അച്ചാറ്. ഇത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരുപാട് കറിയൊന്നുമില്ല. കമ്മി അവിടെ തകർത്ത് തുടങ്ങിയിട്ടുണ്ട്. പല്ല് പറിക്കാൻ വെളി